ലോക ക്രിക്കറ്റിൽ ഇത്രയും കഴിവുണ്ടായിട്ടും ഏറ്റവും കൂടുതൽ ഭാഗ്യക്കേട് അനുഭവിച്ചിട്ടുള്ള മറ്റൊരു താരമില്ല. സഞ്ജു സാംസൺ തന്റെ ഇന്റർനാഷണൽ കരിയർ 2015-ൽ സിംബാബ്വെക്കെതിരെയാണ് ആരംഭിച്ചത്. എന്നാൽ അയാൾക്ക് നിലയുറപ്പിക്കാൻ നീണ്ട 9 വർഷം വേണ്ടിവന്നു. അതും ഈ നീണ്ട വർഷങ്ങൾക്കിടയിൽ 20-ലേറെ മത്സരങ്ങളിലായി 1 മുതൽ 7 വരെ പല പൊസിഷനുകളിലായി അദ്ദേഹം കളിച്ചു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ തുടർച്ചയായി 5 മത്സരം അദ്ദേഹം കളിച്ചിട്ടില്ല. പല താരങ്ങളും തിളങ്ങിയില്ലെങ്കിലും അവരെയെല്ലാം ബാക്ക് ചെയ്തുകൊണ്ടിരുന്ന BCCI പക്ഷേ സഞ്ജു സാംസന്റെ കാര്യത്തിൽ മറ്റൊന്നായിരുന്നു. പലപ്പോഴും സീരീസിലെ അവസാന മത്സരങ്ങളിലായിരുന്നു സഞ്ജുവിന് ഒരു സ്ഥാനം ലഭിക്കുക. എന്നാൽ ഇതിനൊരു മാറ്റം വന്നത് ഗൗതം ഗംഭീർ കോച്ചായും സൂര്യകുമാർ ക്യാപ്റ്റനായും വന്നതിനു ശേഷമാണ്. തുടർച്ചയായ പരമ്പരകളിൽ സഞ്ജുവിന് ഒരു സ്ഥിര പൊസിഷൻ കൊടുത്തപ്പോൾ അതിൻ്റെതായ കളി അയാൾ പുറത്തെടുത്തു. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 3 സെഞ്ചുറി ഉൾപ്പെടെ 327 റണ്ണാണ് നേടിയത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരങ്ങൾ കണ്ട പല മുൻ വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും സഞ്ജുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ വീരേന്ദ്ര സെഹ്വാഗിനെയാണ് ഓർമ്മ വരുന്നതെന്ന് ഷോൺ പൊളാക്ക് പറയുന്നു. എന്നാൽ സഞ്ജു ഇതുവരെ ഇന്ത്യൻ ലിമിറ്റഡ് ഓവറിൽ സ്ഥിരം അംഗമല്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് ബൗച്ചറും. ഇന്ത്യൻ ഗെയിലാണ് സഞ്ജു എന്ന് രവിശാസ്ത്രിയും പറയുന്നു. ഇത്രയും മുതിർന്ന താരങ്ങൾ പറഞ്ഞാലും പരാജയ മത്സരങ്ങൾ മാത്രമേ ചില വിമർശകർക്ക് പറയാനുള്ളൂ. എന്നാൽ ഇവരോടെല്ലാം പറയാനുള്ളത് സഞ്ജു ഒറ്റയ്ക്ക് വന്നവനാ, അല്ലാതെ പല ലോബിയുടെ ഭാഗമായി വന്നവനല്ല. തന്റെ കഴിവുകൾ പലതും IPL-ലും മറ്റു മത്സരങ്ങളിലും കാണിച്ചാണ് അദ്ദേഹം വന്നത്. ഈ വർഷം T20 വേൾഡ് കപ്പ് ഉൾപ്പെടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 26 രാജ്യാന്തര മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ പലതും ബെഞ്ചിലിരിക്കേണ്ടി വന്ന സഞ്ജു ഈ വർഷം ബാറ്റ് ചെയ്തത് വെറും 12 ഇന്നിംഗ്സുകളിൽ. എന്നാൽ അതിൽ നിന്നും 436 റൺസ് അടിച്ച് T20-യിൽ 2024-ലെ ഇന്ത്യൻ ടോപ്പ് സ്കോററാണിപ്പോൾ. സെഞ്ചുറികളുടെ കാര്യത്തിലും ഇപ്പോൾ സഞ്ജു 3-ാം സ്ഥാനത്താണ്. മുന്നിലുള്ള രോഹിത് ശർമ്മ 151 ഇന്നിംഗ്സുകളിലായി 5 സെഞ്ചുറിയും 74 ഇന്നിംഗ്സുകളിൽ നിന്ന് 4 സെഞ്ചുറിയുമായി സൂര്യകുമാറുമാണ്. എന്നാൽ 33 ഇന്നിംഗ്സുകളിൽ നിന്ന് 3 സെഞ്ചുറിയുമാണ് സഞ്ജു സാംസൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും വിമർശിക്കുന്നവരോടും സെലക്ടർമാരോടും സഞ്ജു വിശ്വനാഥ് സാംസൺ ഇതിൽ കൂടുതൽ എന്താണ് തെളിയിക്കാനുള്ളത്?